സമാധാനം കിട്ടാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? താത്താമാരെ, സമാധാനം കിട്ടാനുള്ളൊരു വഴി വേണോ വേണോ വേണോ? പെണ്ണ് കെട്ടിയാ മതി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സമാധാനം കിട്ടാനുള്ള വഴി എന്താ? നിങ്ങൾക്ക് എന്നോട് എന്തോ ഒരു കലിയുള്ളത് പോലെ. അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നത്, വിവാഹം കഴിച്ച സമാധാനം കിട്ടും. എന്ത് കഴിച്ച? വിവാഹം കഴിച്ച എന്ത് കിട്ടും? സമാധാനം കിട്ടും. നിനക്കുണ്ടോ? നീ ഒന്നുകൂടെ കെട്ടണോ? അല്ല. എന്റെ പൊന്നു സിറാജ്, അതൊന്നും ഓർമ്മിപ്പിക്കില്ല. ഇല്ലേ താത്ത? അല്ലേ? ഞാൻ എങ്ങനെ നടന്നതാ, പറവയെ പോലെ പറന്നു നടന്നതാ. അള്ളാ പടച്ചോൻ കാത്തിരിക്കുമാറാണ്. എടോ, ഖുർആൻ ഞാനത് ചുമ്മാതെ പറഞ്ഞതല്ല. നമ്മുടെ ആഗ്രഹം എവിടെ പോണോന്നാ? എവിടെ പോണെന്നാ? സ്വർഗത്തിൽ പോണോന്ന്. ഈ ആദം നബി അള്ളാഹു സ്വർഗത്തിൽ കയറ്റി വിട്ടു. കുടുംബ ജീവിതത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ ഈ ഒറ്റ സംഭവം മതി. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ കയറ്റി വിട്ടു. ഈ ആദം നബി സ്വർഗത്തിൽ കൂടി ഇങ്ങനെ നടക്കാം. അള്ളാഹു ചോദിച്ചു, എന്തേ ആദവേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? എവിടെ വെച്ചാ ചോദിച്ചേ? സ്വർഗത്തിൽ വെച്ച്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോണോന്നാ. ആ സ്വർഗത്തിലൂടെ ആദം നബി നടക്കാം. അപ്പൊ അള്ളാഹു ചോദിച്ചു, എന്തേ ആദവേ നിനക്ക് സന്തോഷം ഇല്ലാത്ത? എന്തേ? എന്തോ ഒരു കുറവുള്ളത് പോലെ. എന്തോ ഒരു കുറവുള്ളത് പോലെ. ഒറ്റയ്ക്ക് നടന്നിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട്. ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോൾ ആദം നബി പറഞ്ഞു, ഇപ്പോഴാ ശരിയായെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ സ്വർഗമാണോ വലുത്, കുടുംബജീവിതമാണോ വലുത്? അതാണോ കുടുംബജീവിതം? അതാണ് കുടുംബജീവിതം. സ്വർഗമാകുന്നത് നമ്മുടെ ജീവിതം നന്നായ നമ്മൾ സ്വർഗമാണ്. ഏറ്റവും സന്തോഷമുള്ള ജീവിതം. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. അതൊക്കെ കുറച്ച് മനസ്സിലാക്കിയാൽ മതി. ഭാര്യ കൂടെ കടന്നാ പോരാ, ഭാര്യയെ മനസ്സിലാക്കണം, പെണ്ണ് ഭർത്താവിനെ മനസ്സിലാക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണിന് ചില സ്വഭാവങ്ങളുണ്ട്. ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയണില്ല, കേസ് കുറേ ഉള്ളതുകൊണ്ട്. ഒന്നാമത് 10-29 കേസുണ്ട്. പെണ്ണുങ്ങളെ തല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കേസുണ്ട്. ലൈവ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. ഇവിടെ പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. ഇത് മനസ്സിലാക്കിയ ജീവിതം റാഹത്ത. ഒരു സ്വഭാവം പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ യാത്ര കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്നു. ക്ഷീണിതനായി നബിതങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ വളരെ ക്ഷീണിച്ചാ വരുന്നേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വാതിലിൽ ഇങ്ങനെ കൈവച്ച് നബിതങ്ങളെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ചോദിച്ചു, നബിയെ, പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? നീ കരുനാഗപ്പള്ളിയിലെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ട് വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് വീട്ടിൽ കയറി വന്നപ്പോ ഭാര്യ വാതിലിൽ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുക, കാക്ക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന്. ഓൾക്ക് ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബിതങ്ങളോടാണ് ആയിഷ ചോദിക്കുന്നത്, നബിയെ, ലോകത്തുള്ള പെണ്ണുങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ നബിയെ? നബിതങ്ങൾ പറഞ്ഞ, ആയിഷ, എനിക്ക് നിന്നെയാടി ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് നബിതങ്ങൾ പറഞ്ഞു, എനിക്ക് ലോകത്ത് പെണ്ണുങ്ങളിൽ ഏറ്റവും ഇഷ്ടം നിന്നെയാ. വീടിന്റെ അകത്ത് കൈമാറ്റി അകത്തോട്ട് കയറി ഒരൊറ്റ പിടി പുറകിൽ നിന്നുകൊണ്ട്, പുറകിൽ നിന്നിട്ട് രണ്ടാമതൊരു പിടി. എന്നിട്ട് ചോദിച്ചു, ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? ഇതൊരു പഠിക്കേണ്ട ചിന്തയാ. ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? നബിതങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കറിനെ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആയിഷ കെട്ടിപ്പിടിച്ചിട്ടൊരു മുത്തം കൊടുത്തു. ഇതാണ് പെണ്ണ്. ഇതാണ് പെണ്ണ്. ഇന്ന് രാത്രി വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോ, എന്റെ പൊന്നാര ആയിഷ, നിന്റെ വാപ്പാനെ പോലെ ഒരു നല്ല മനുഷ്യ ഈ ദുനിയാവിലുണ്ടോ? എന്ത് നല്ല മനുഷ്യനാടി. ഓള് തലേ കയറാതെ നോക്കിക്കൊള്ളണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓൾക്ക് ഓളുടെ ഉപ്പ ഉള്ള ഉമ്മ ഉള്ള വീട്. ഇത് മനസ്സിലാക്കിയാൽ മതി. ഇത് മനസ്സിലാക്കിയാൽ മതി. അത് നീ ഇങ്ങനെ നടന്ന് ബഹളം വെച്ചിട്ട് നിന്റെ വാപ്പ നിന്റെ ഉമ്മ, അതിന് പരിധി ഉണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. നിന്റെ വാപ്പാനെ നോക്കണില്ല, നിന്റെ ഉമ്മാനെ നോക്കണില്ല, നീ ഇങ്ങനെ വാശി പിടിക്കണ്ട. ഓൾക്ക് ഉള്ള വാപ്പ ഉള്ള വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഒരുങ്ങി കെട്ടി നേരത്തെ നിൽക്കും. നീ വിളിക്കുമ്പോ പറ്റൂല. അപ്പൊ പെണ്ണുങ്ങൾക്ക് അത് മനസ്സിലാക്കിയ ജീവിതം സന്തോഷമാകും. അള്ളാഹു നമ്മുടെ ജീവിതം നല്ലവനാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്ക്. എന്താ പ്രതിഫലം? എന്താ ഇവിടെ കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയോ? ഇന്ന് വഴുത് കേൾക്കാൻ വന്നപ്പോ ഭർത്താവ് മുമ്പില്, ഭാര്യ പുറകില്, അല്ലെങ്കിൽ ഭാര്യ മുമ്പില്, ഭർത്താവ് പുറകില്. രണ്ടും വരുന്ന കണ്ട കീരിയും പാമ്പും വരണ പോലെ വന്ന്, അല്ലേ?
ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു. ഒരു ഭർത്താവ് സ്നേഹത്തോടെ തൻ്റെ ഭാര്യ, ഇവിടെ അങ്ങനെ വഴുത് കഴിഞ്ഞ് പോകുമ്പോഴല്ലേട്ടാ, നടന്ന് കൂടെ വന്നവരൊക്കെ പോയി വീട്ടിലേക്ക് കയറുന്ന ഇടവഴി എത്തുമ്പോൾ പിടിക്കണം. നമ്മൾ ചിലതിനെ കാണാറുണ്ട്, ബൈക്കിൽ പോകുമ്പോൾ തലയുടെ മുകളിൽ ഇരിക്കുന്ന ഭാര്യ, അത് വേറെ അഭിനയം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആത്മാർത്ഥ സ്നേഹമുള്ളവൻ കടപ്പുറത്ത് പോയി പിടിച്ചോണ്ടിരിക്കുവോ? നടറോടി ഇല്ല. നിന്റെ വീടിന്റെ മുറ്റത്തെത്തുന്നു ആരുമില്ല. ആ സമയത്ത് നിന്റെ ഭാര്യയുടെ കയ്യിലേക്ക് നീ ഒന്ന് ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.